ഇവിടെ നിൽക്കുമ്പം നല്ല ഫ്രഷ് എയർ കിട്ടുന്നുണ്ടല്ലേ? ദേ ഇവിടെയുള്ള പശുക്കളെയൊക്കെ കാണുമ്പോ എത്ര പ്യൂറാണല്ലേ. ശുദ്ധമായ പാലാണ് തരിക ഇവറ്റകള്. പക്ഷേ ഇത് മാർക്കറ്റിൽ എത്തുമ്പോഴത്തേക്കും നിങ്ങളോ ഇവിടെയോ? എങ്ങനെ? അല്ല ബൻസി ചേട്ടാ, നിങ്ങളോ ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ എന്ത് ചെയ്യുവാണ്? ശരിക്കും പറഞ്ഞാ ഞാൻ ഫുർഫുറി നഗരെല്ലാം വിട്ടിട്ട് ഇവിടെ ഇങ്ങനെ സ്വിറ്റ്സർലാൻഡിൽ അങ്ങോട്ട് ഒതുങ്ങിക്കൂടി. എന്നിട്ടൊരു ഫാം അങ്ങോട്ടങ്ങ് തുടങ്ങി. അകത്തേക്ക് വരൂ. അത് അടിപൊളിയാണല്ലോ ബൻസി ചേട്ടാ, അടിപൊളി തന്നെ. വിദേശത്ത് വന്ന് നിങ്ങൾ ഇത്രയും വലിയ ഫാം സെറ്റപ്പ് ആക്കി കളഞ്ഞല്ലോ. അതൊക്കെ മോളിലിരിക്കുന്ന ആളുടെ ഒരു അനുഗ്രഹം അല്ലേ. പിന്നെ വലിയ കഷ്ടപ്പാടുള്ള ജോലിയാണിത്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഒരു ജീവി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഈ സ്ഥലമാണെങ്കിൽ നഗരത്തുനിന്ന് ഭയങ്കര ദൂരെയാ. എന്ത് വാങ്ങാനാണെങ്കിലും കിലോമീറ്റർ കണക്കിന് യാത്ര ചെയ്യണം. ഇന്നാണെങ്കിൽ എനിക്ക് കന്നുകാലിക്ക് ഭക്ഷണം വാങ്ങാൻ പോണം. ഈ ഫാം ആരെ ഏൽപ്പിച്ചിട്ട് പോണം? ഓർത്തിട്ട് ഒരു പിടിയും കിട്ടണില്ല. എന്റെ പൻസി ചേട്ടാ, ഇതിനാണോ നിങ്ങൾ ഇത്രയും വിഷമിച്ചിരിക്കുന്നത്? ഞങ്ങള് രണ്ടുപേരും ഇന്ന് ഇവിടെ താമസിച്ചോളാംന്ന്. ഹോട്ടലിൽ താമസിക്കുന്നതും ഇവിടെ താമസിക്കുന്നതും ഒന്ന് തന്നെയല്ലേ? ചേട്ടൻ ചെല്ല്, എന്നിട്ട് ഇവറ്റകൾക്ക് കഴിക്കാനുള്ളത് മേടിച്ച് പതുക്കെ വാ. ലോകം ഈ വശത്തുനിന്ന് അങ്ങേ വശം പോയാലും ശരി, നിങ്ങൾ രണ്ടുപേരുടെ ഈ മനസ്സിന്റെ നന്മയുണ്ടല്ലോ, അതൊരിക്കലും മാറില്ല. നന്ദിയുണ്ട് കേട്ടോ, ഒത്തിരി നന്ദിയുണ്ട്. ബൈ ബൈ ബൈ. ഇന്ന് ബണ്ടിയുടെ ഫാമിൽ കൊള്ളയടിക്കാൻ വിചാരിച്ചതാ. ആ മോട്ടു പത്ലുമാർ ഇവിടെയും കെട്ടിയെടുത്തല്ലോ. ഞാൻ അവരെ വെറുതെ വിടില്ല. ഹലോ സയന്റിസ്റ്റ് വൈറസ്, വരൂ വരൂ വരൂ. വന്നല്ലോ വന്നല്ലോ, എന്റെ പാർസൽ വന്നല്ലോ. സയന്റിസ്റ്റ് വൈറസ് ഒരു അടിപൊളിയായ ഗാഡ്ജറ്റ് അയച്ചിരിക്കുകയാണ്. ഇത് വെച്ച് ഞാൻ ബണ്ടിയുടെ ഫാമിനെ ഒരു വഴിയാക്കും. അയാൾ തിരിച്ചു വന്ന് മോട്ടു പത്ലുവിനെ ഇടിച്ച് ചമ്മന്തിയാക്കും. ആദ്യമായിട്ട് ഈ ഫാമിൽ നിന്നാണ് നാൽക്കാലികൾ കുറ്റിയും പറിച്ച് ഓടാൻ പോകുന്നത്. ഇന്ന് വേഗം ഇത് കൊടുത്തോ. ബോസ് നമ്മൾ പശുവും പൈക്കുട്ടിയായിട്ട് മാറിയല്ലോ. അടുത്തത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഡ്രസ്സിൽ ഒരു അടിപൊളിയായ ഗാഡ്ജറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് സംസാരിച്ചാലും അത് ഇവിടെ ഉള്ള നാൽക്കാലികൾക്ക് നല്ലോണം മനസ്സിലാകും. അതേപോലെ അവര് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. എന്റെ കൂടെ വാ, ബാക്കി അവിടെ പോയി പറയാം. മോട്ടു പത്ലു എന്റെ ചങ്ക എന്റെ ബ്രോ, ഞങ്ങളൊക്കെ ഹോട്ടലിലുള്ളപ്പോൾ നിങ്ങൾ എവിടെ എന്താ ചെയ്യുന്നത്? അത് ഞങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. അതല്ല വലിയേട്ടാ, ഹോട്ടലിൽ നമ്മൾ എപ്പോഴും താമസിക്കുന്നതല്ലേ. ഇന്ന് നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടിയതാണ്. എല്ലാവർക്കും നല്ല ശുദ്ധമായ പാല് തന്നെ നമ്മൾ കൊടുക്കും. ചേട്ടൻ വേഗത്തിൽ ഒരു അടിപൊളി ഗാഡ്ജറ്റ് തയ്യാറാക്ക്. അതുകൊണ്ട് ഇവറ്റകൾ നമ്മളോട് പറയുന്ന ഭാഷ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്ന്. ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ, ഇതൊന്നും വലിയ കാര്യമല്ല. വോയിസ് കൺവേർട്ടർ എന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും. എവിടെ പോയാലും ഞാൻ കൊണ്ടുപോകാറുണ്ട്. ഇന്നാ ഇതുപയോഗിച്ച് നീ പശുവിനോടും പോത്തിനോടും സംസാരിക്കാൻ കഴിയും. ഇനി നമ്മൾ എന്തിനാ കിടന്ന് വിഷമിക്കുന്നത്? ഇവറ്റകൾ നമ്മളോട് എന്ത് പറഞ്ഞാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ആ എരുമകളെ കണ്ടോ? പാവം, ദിവസം മുഴുവനും തടവിലാണ്. പുറത്തെങ്ങും പോവാൻ പറ്റില്ല. അവരുടെ കുട്ടികൾക്ക് പാല് കൊടുക്കാൻ പോലും പറ്റില്ല. കാരണം മനുഷ്യർ ഇവരുടെ പാല് മുഴുവനും കറന്ന് വിൽക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് കാശുണ്ടാക്കുന്നുണ്ട്. ഇവർക്ക് കഴിക്കാൻ എന്താ കിട്ടുക? പുല്ല്. എന്താ സഹോദരി ഇത്? ഞങ്ങൾക്ക് സംഭവിക്കുന്നത് പോലെ തന്നെയല്ലേ നിനക്കും ദിവസം സംഭവിക്കുന്നത്? അല്ലല്ലോ, ഞങ്ങളെ ആരും തടവിലിടാറില്ല. ഞാൻ എന്റെ യജമാനനോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. രാവിലെ തന്നെ ഞാൻ പുറത്തു പോകും, നാട് മുഴുവനും കറങ്ങുമെന്ന്. എന്നെ കുളിപ്പിക്കണം, വയറ് നിറച്ച് ഭക്ഷണവും തരണം, എന്നാലേ ഞാൻ പാല് കൊടുക്കൂ. പക്ഷേ ഞങ്ങളുടെ യജമാനൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. വെറും പുല്ല് മാത്രമാണ് ദിവസവും തരുന്നത്. ഒരേ സ്ഥലത്ത് കെട്ടിയിട്ട് തടവിലാക്കുക. ആ യജമാനൻ ഇന്നിങ്ങി വരട്ടെ. അയാളെ ഞാൻ നല്ലൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. വാ മോനെ, പാല് കുടിക്കാനുള്ള സമയായില്ലേ? നമുക്ക് പോയിട്ട് പിന്നെ വരാം. വരുന്നു മമ്മി. ഇവറ്റകളൊക്കെ എവിടെ പോയി? ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവിൻ. ഇതെന്താണ്? രാവിലെ ഞങ്ങൾക്ക് എല്ലാവർക്കും കുളത്തിൽ കുളിക്കാൻ പോകണം. നിങ്ങൾ ഞങ്ങളുടെ പുറം തേച്ചു തരണം. പിന്നെ ഞങ്ങളോടൊപ്പം ഫുട്ബോൾ കളിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ പാല് തരില്ല.
ഇതൊക്കെ എന്താ? ഞങ്ങളിപ്പൊ പറഞ്ഞതിന് നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പാല് കിട്ടില്ല. പത്തലു വരൂ, ഇവറ്റകൾ പറഞ്ഞതുപോലെ ചെയ്യാം. ഇല്ലെങ്കിൽ ഫർസി ചേട്ടനോട് നമ്മൾ എന്തുത്തരം പറയും? വരൂ. നമുക്കെല്ലാം സന്തോഷമായിട്ട് കുളത്തിൽ കുളിക്കാം. എന്റെ പത്തലു, ഈ ജോലി വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്റെ ശരീരമൊക്കെ വല്ലാണ്ട് വേദനിക്കുന്നു. ഇതിന് ശേഷം നമുക്കെല്ലാവർക്കും ഫുട്ബോൾ കളിക്കാൻ പോകണം, അല്ലെങ്കിൽ പാല് തരില്ല. കളിക്കാം, കളിക്കാം. ഫുട്ബോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ കളിക്കാൻ ഞങ്ങൾ ഫുട്ബോൾ തന്നെ കളിക്കാം. ജോണിന്റെ ചെകുത്താൻ ബുദ്ധിയിൽ വന്ന ഐഡിയ വർക്കൗട്ട് ആയി. മോട്ടു പത്ലുവിന്റെ യൂറോപ്പ് ട്രിപ്പിനെ ഞാൻ ടോർച്ചർ ആക്കി മാറ്റി. എന്ത് പറ്റി? ഇപ്പൊ എന്ത് ചെയ്യും? ബോളിലെ കാറ്റ് പോയല്ലോ. നോ പ്രോബ്ലം, വാ, മോട്ടുവിനെ നമുക്ക് ഫുട്ബോൾ ആയി മാറ്റാം. ചവിട്ടരുത്, ചവിട്ടരുത്. വലിയേട്ടാ, ചിങ്കം സാറേ, കസേട്ടാറാമേ, രക്ഷിക്കൂ, രക്ഷിക്കൂ. ചേട്ടാ, ഇത് എവിടെയും കാണാത്ത അത്ഭുതമാണല്ലോ. പോത്തുകൾ കളിക്കുന്ന ഫുട്ബോളോ? പൊളിച്ചല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത്. രക്ഷിക്കണേ, രക്ഷിക്കണേ. വേണ്ട, വേണ്ട. മതിയാക്ക്, മതിയാക്ക്. ഇപ്പൊ തന്നെ ഒരുപാടായി. ഇനിയെങ്കിലും പാല് തരുമോ? ആ, ഇപ്പൊ നിനക്ക് പാല് കറക്കാൻ. മോട്ടു, യെസ് യെസ് യെസ്, അല്ല താങ്ക് യു. മനസ്സിൽ നിങ്ങൾ എപ്പോഴാ എത്തിയത്? മാത്രമല്ല, പുറത്തെന്താ ഇത്രയും വലിയ ലൈന് നിൽക്കുന്നത്? നിങ്ങൾ തരുന്ന പാൽ നല്ല സ്വാദിഷ്ടമാണ്. എനിക്ക് ഈ പാലാണ് വേണ്ടത്. ഞാനിത് മുഴുവനും വാങ്ങിച്ചോളാം. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ഫ്രഷുമാണ്, മധുരമുണ്ട്. അടിപൊളിയാണ് ഈ പാല്. ഒരുപാട് നന്ദി. സത്യാണോ? പക്ഷെ എന്താ സംഭവിച്ചത്? ഒരൊറ്റ രാത്രി കൊണ്ട് ഇവിടെ എന്താ സംഭവിച്ചത്? വേഗം പറയൂ. മോട്ടു പത്ലു, കാരണം എന്റെ പശുവും എരുമയൊക്കെ വളരെ സന്തുഷ്ടരാണ്. അതുകൊണ്ട് തന്നെ അവർ നല്ല പാലാണ് തരുന്നത്. അങ്ങനെ എന്താണ് നിങ്ങൾ അവരോട് ചെയ്തത്? ഞങ്ങൾ അതിനൊന്നും ചെയ്തിട്ടില്ല. കുറച്ചു നേരം അവരെ ആടാനും പാടാനും പിന്നെ കളിക്കാനും വിട്ടതാണ്. അത്രേ ഉള്ളൂ. എന്റെ അമ്മോ മോട്ടു, തന്റെ സ്റ്റൈലാണ് അതിനൊക്കെ കാരണം. പശുക്കൾക്കും പോത്തുകൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവര് ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെന്തിനാ സമയം വെറുതെ പാഴാക്കുന്നത്? പറഞ്ഞോളൂ, പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ. ആർക്കൊക്കെയാണ് കറങ്ങാൻ കൊതിയുള്ളത്? ഞങ്ങളും വരുന്നുണ്ട്. ഞങ്ങൾക്കും എൻജോയ് ചെയ്യണം. മോട്ടു, ഈ പശുക്കളെയൊക്കെ എങ്ങനെ നോക്കുന്നതിൽ വളരെ സന്തോഷവാനാണ് ഞാന്. പക്ഷെ ഇതിൽ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, പെട്ടെന്ന് ഈ പശുക്കളെയും എരുമകളെയൊക്കെ എങ്ങനെ ചെയ്യാൻ ആരാ പറഞ്ഞത്? ഇത് നല്ലൊരു ചോദ്യമാണല്ലോ പത്തലു. വരൂ, നമുക്കത് ഇവരോട് തന്നെ ചോദിച്ചറിയാന്നേ. ഇപ്പൊ തന്നെ നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. അല്ല പശു ചേച്ചി, നിങ്ങൾക്ക് ഇങ്ങനെ ആടാനും പാടാനും ഫുട്ബോൾ കളിക്കാനും ഒക്കെ ആരാണ് ഐഡിയ തന്നതെന്ന് പറഞ്ഞേ? ഒരു പശു തന്റെ കിടാവിനോടൊപ്പം വന്നു. അവളാണ് ഞങ്ങളോട് പറഞ്ഞത്. അല്ല, ഈ പുതിയ പശു ആരാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ ഐഡിയ കൊടുക്കാനായിട്ട്? അത് നമുക്ക് അറിഞ്ഞല്ലേ മതിയാകൂ. ആ പിന്നെ, പുതിയ പശു വീണ്ടും വന്നാൽ ഞങ്ങളോടൊന്ന് പറയോ പ്ലീസ്? ഓക്കെ ഓക്കെ. ബോസ് ബോസ്, നിങ്ങൾ ഇതെന്താണ് ചെയ്തത്? നിങ്ങളുടെ ഐഡിയ കാരണം മോട്ടോനും പത്തലൂനും എല്ലാരും പ്രശംസിക്കുകയാണല്ലോ. എപ്പം പോലെ തന്നെ നിങ്ങളുടെ ഐഡിയ ഇവിടെയും പൊളിങ്ങല്ലോ ബോസ്. ഞാൻ എന്ത് ചെയ്യും, എന്ത് ചെയ്യും, എന്ത് ചെയ്യും? എന്റെ തലവരെ ശരിക്കും എഴുതിയിട്ടില്ലല്ലോ. ഞാൻ അവന് പണി കൊടുത്താൽ അത് എനിക്ക് തന്നെ തിരിച്ചു കിട്ടുകയാണല്ലോ. ഇന്ന് ഞാൻ വീണ്ടും അങ്ങോട്ട് പോകും. ആ പശുക്കളെയും പോത്തിനെയും കളിക്കരുതെന്ന് പറയാം. അവരുടെ അടുത്ത് ചെന്ന് ഞാൻ ഒന്നും ചെയ്യാതെ മിണ്ടാതെ ഇരിക്കാൻ പറയാം. ആരും കളിക്കരുതെന്ന് പറയാം. ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാ. ഞാൻ പറയുന്നത് കേൾക്ക്. ഇന്ന് നിങ്ങൾ ആരും ഒന്നും ചെയ്യരുത്. ഇങ്ങനെ തന്നെ നിൽക്കണം. യജമാനനെ ബുദ്ധിമുട്ടിക്കുന്നത് നല്ല കാര്യമല്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ നിൽക്കണം. മോട്ടു പത്തലോ, അകത്തേക്ക് വാ. അവരെ എന്തിനാ ഇങ്ങോട്ട് വിളിക്കുന്നേ?
ഈ നമ്പർ 2 പുറത്തു നിൽക്കുന്ന അവസ്ഥയ്ക്ക് അകത്ത് നമ്പർ 1 ജോണുമാണ്. ഐഡിയ. ആരാണ് ഡോൺ? ആരാണ് ഡോൺ? ജോൺ ആകാൻ പോകുന്നു ബോസ് ബോസ് വരൂ, നമുക്ക് ഓടി രക്ഷപ്പെടാം. ചാർജ്. എന്ത് പറ്റി യജമാനനെ? എന്താ കാര്യം? എടോ അവറ്റകള് രണ്ടെണ്ണം ഡ്യൂപ്ലിക്കേറ്റ് ആടോ. അതെ, അവര് മനുഷ്യരാണ്. വേണ്ട വേണ്ട. നമ്പർ 1 വേഗം ബോസ് രക്ഷിക്കൂ വേണ്ട മോട്ടു, എന്നെ രക്ഷിക്ക. ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. പശുക്കളെ സോറി, പോത്തുകളെ സോറി, എന്നെ വിട്ടേക്ക്. വേണ്ട. Watch India's largest kids library only on Jio Hotstar. Download the app now.